ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരോട് പോലും പറയാൻ പാടില്ലാത്ത, തല പോയാലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങളുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതെന്താണെന്ന് മനസ്സിലാക്കാത്തോടത്തോളം കാലം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കും. കാരണം ഈ രഹസ്യം ഒരു സ്ത്രീ ജീവിതകാലം മുഴുവനും മനസ്സിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അതെന്താണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ. നമ്മുടെ ജീവിതം ശാന്തവും സന്തോഷമുള്ളതുമായി തീരാൻ ഇന്ന് തന്നെ ആ രഹസ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. അതിലെ ഒന്നാമത്തെ രഹസ്യം എന്താണെന്നറിയോ? നമ്മുടെ സാമ്പത്തിക ഭദ്രത. നമ്മൾ ചിലപ്പോൾ നല്ല കാശും പണം ഉള്ളവരാകും, ചിലപ്പോൾ നമ്മൾ കുറച്ച് ദാരിദ്ര്യരാകും. എന്ത് തന്നെയാണെങ്കിലും പണമുള്ളവനാണെങ്കിൽ പോലും നമ്മളുടെ സാമ്പത്തിക സ്ഥിതി, എൻ്റെ ബാങ്കിൽ ബാലൻസിൽ ഇത്ര രൂപ ഉണ്ട് കേട്ടോ, എനിക്ക് ഇത്ര രൂപ വരുമാനമുണ്ട്, എൻ്റെ ഭർത്താവിന് വരുമാനമുണ്ട്, മോൾക്ക് വരുമാനമുണ്ട്, മോന് വരുമാനമുണ്ട്, ഇങ്ങനെയൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടല്ലോ. നാലാൾ കൂടുന്ന സമയത്ത് ഓർമ്മയില്ലാതെ നമ്മളുടെ ഏറ്റവും ശരീരത്തിലെ വാള എന്ന് പറയുന്ന അവയവം നമ്മുടെ നാവാണ്. അപ്പൊ നാവിനെ നമ്മൾ ചില സമയത്തൊക്കെ ഉറടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ നാലാൾ കൂടുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ വീട്ടിലത്തെ സമ്പന്നത 10 ആളോട് പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് വിഷമിക്കേണ്ടി വരും. ഒരു കാലത്ത് നമുക്ക് ബുദ്ധിമുട്ടായി വരും. കാരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി ആരും അറിയാൻ പാടില്ല. ചിലപ്പോൾ കുറച്ച് കമ്മിയായിരിക്കും, നമുക്ക് ദാരിദ്ര്യമായിരിക്കും. അപ്പൊ നമ്മൾ പറയണം, അയ്യോ എനിക്ക് 10 ആള് കൂടുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്നു, നമുക്ക് സമയം ഓർമ്മയില്ല, നമ്മൾ നാവ് വാള് വലിച്ചൂരി നമ്മൾ ആ സമയത്ത് എല്ലാവരോടും പറയുകയാണ്, അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാരത്തിയോടാകും പറയുക, എടി എൻ്റെ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ, കാശിനും പണത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്, ഭർത്താവിനാണെങ്കിൽ പണിയില്ല, മകനാണെങ്കിൽ ജോലിക്ക് പോകണില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മളുടെ വില നാൾക്ക് നാൾ ഇടിയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ കാടിക്കഞ്ഞി മൂടി കുടിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മളുടെ വീട്ടിലത്തെ ബുദ്ധിമുട്ട് ആരോടും പറയാൻ പാടില്ല, നമ്മളെ പ്രൗഢതി ആരോടും പറയാൻ പാടില്ല. തന്നെ ആരെങ്കിലും അറിയണത് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കിക്കോട്ടെ. അല്ലാതെ നമ്മളെ നാവുമെന്ന് പറഞ്ഞിട്ട് ആരും നമ്മളെ സന്തോഷവും ബുദ്ധിമുട്ടും ഒന്നും മനസ്സിലാക്കാൻ പാടില്ല. ആരും അത് പറയരുത് കേട്ടോ. ഇത് നിങ്ങൾ രഹസ്യമായി വെക്കണം. മൂന്നാമതായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഭാവി പദ്ധതിയെ കുറിച്ച് ഒരു മനുഷ്യനോട് നിങ്ങൾ പറഞ്ഞു പോകരുത്. ഭാവി പദ്ധതികൾ പലതാണ് കേട്ടോ. ഒരു മനുഷ്യന് പല പദ്ധതികൾ ഉണ്ടാവും. ചിലവർക്ക് ഒരു പുതിയ ജോലി നേടി കണ്ടുപിടിക്കുന്നതായിരിക്കും, ചിലവർ ഗൾഫ് പോകും മക്കളെ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ ചിലവർ പുതിയൊരു കച്ചവടം തുടങ്ങാവും, എന്തെങ്കിലും ഒരു വ്യാപാരം. അപ്പൊ അല്ലെങ്കിൽ ചിലവർ PSCക്ക് പഠിക്കാൻ തുടങ്ങാൻ, അതുവരെ മിണ്ടാതിരിക്കാവും, കുട്ടികളൊക്കെ വളർന്നിട്ട് പഠിക്കാമെന്ന് പഠിക്കാൻ കുട്ടികളൊക്കെ വളരട്ടെ എന്നിട്ട് പഠിക്കാൻ പോകാൻ തുടങ്ങാന്ന് വിചാരിച്ചിട്ട് തുടങ്ങുമാവും. പക്ഷെ അടുത്ത കൂട്ടുകാരത്തിയോട് പറയുകയാണ്, ഇല്ല അടുത്ത കൊല്ലം മുതൽക്ക് ഞാൻ PSCക്ക് പഠിക്കാൻ പോവുകയാണ് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണ് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ മകൻ ഗൾഫിലേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ, പറഞ്ഞയക്കാണ് അവന്. ഇതൊരിക്കലും നിങ്ങൾ ഒരാളോട് പറയരുത് മക്കളെ, 101%. പിന്നെ നിങ്ങൾക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല. ഇത് ആരോടെങ്കിലും പറഞ്ഞ അന്ന് മുതൽക്ക് നിങ്ങൾക്കത് ഒരടി പുറകിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഒരടി നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല കേട്ടോ. ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തില് എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണത്. നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ മാത്രമേ ഇത് പറയാവൂ, എല്ലാം നടന്നു കഴിഞ്ഞിട്ടേ പറയാവൂ. ഒരു ജോലിക്ക് നിങ്ങൾ ശ്രമിച്ചോളൂ, നിങ്ങൾ പഠിച്ചോളൂ, പക്ഷെ ആരും അറിയരുത് കേട്ടോ. നിങ്ങൾ പഠിക്കാൻ പോണെന്ന് കണ്ടോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ പോണുണ്ട് എന്ന് തലേ ദിവസം തന്നെ ഒരാളോടും പോയി നിങ്ങൾ പ്രഖ്യാപിക്കരുത് കേട്ടോ. എന്ത് കാര്യം അങ്ങനെയാണ്. ബിസിനസ് ആണെങ്കിലും തന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ലോൺ എനിക്ക് കിട്ടാൻ ശരിയാവോന്ന് വെച്ചിട്ടുണ്ട്, നാളെ ഞാൻ വലിയൊരു ബിസിനസ് തുടങ്ങുകയാണ് ഞങ്ങളുടെ വീട്ടില്, അങ്ങനെ ഇങ്ങനെയൊന്നും ഒരാളോടും വരുമത്തരം നിങ്ങൾ ഒരിക്കലും പറയരുത് കുട്ടികളെ. മക്കളെ, ഇതൊക്കെ നിങ്ങൾ മുന്നേ കൂട്ടി പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ നാവേറെ എന്ന് പറഞ്ഞൊരു സംഭവം, കണ്ണേറെ പറഞ്ഞൊരു സംഭവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചടിക്കും. അത് നിങ്ങൾ ഈ പറയുക കാരണമാണ് അതൊക്കെ നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നത്. കാരണം അയ്യോ ഈ ഒറ്റ വലിയാണ്, ഇനി അവരെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ, അവര് പൊന്തി പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. ഏത് കാരണത്താലാണെങ്കിലും, കുട്ടി പഠിച്ചു നന്നായിട്ടാണെങ്കിലും, ജോലി കിട്ടിയിട്ടാണെങ്കിലും, ബിസിനസ് കൊണ്ടാണെങ്കിലും, PSC പഠിച്ചിട്ടാണെങ്കിലും, എന്താണെങ്കിലും ആർക്കും ഇഷ്ടമല്ല മക്കളെ നമ്മൾ നന്നാവണത്. സ്വന്തക്കാർക്ക് ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ വിചാരിക്കും അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസമാധാനം ആയാലോന്ന്. അല്ല, സമാധാനം പോവുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും നിങ്ങളുടെ ഭാവി പദ്ധതി ഒരാളോടും പറയരുത് കേട്ടോ. 101% കാര്യമാണ്. നടന്നു കഴിഞ്ഞിട്ട് നിങ്ങളെ ആരോടൊക്കെ വെച്ചാൽ പറഞ്ഞു, അതിന് അത്ര കുഴപ്പമില്ല. പിന്നെ നാലാമതായിട്ട് പറയാനുള്ളത്, ഒരു കുടുംബത്തിലെ രഹസ്യങ്ങളും കലഹങ്ങളും. നമ്മൾ ചിലപ്പോൾ ചില രഹസ്യങ്ങളൊക്കെ ഭാര്യയും ഭർത്താവും മക്കളും അച്ഛനും അമ്മയും കൂടി ഇരുന്ന് പറഞ്ഞു വരും. ഇത് നിങ്ങൾ ഒരിക്കലും പുറത്ത് പറയരുത് കേട്ടോ.
ഇപ്പൊ ഭർത്താവ് കലഹിക്കുകയാണ്, നിങ്ങളെ നാല് ചീത്ത പറയുകയാണ്, ചിലപ്പോൾ നല്ല സ്വഭാവം ഒന്നും ആവില്ല. നമ്മളെ വീട്ടിൽ ചിലപ്പോൾ കലഹമൊക്കെ എല്ലായിടത്തും പതിവുണ്ട്. ആ കലഹം ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ തന്നെ നിർത്തിക്കോളും. നേരെ മറിച്ച് ആ കുടുംബ കലഹത്തിന്റെ ഇടയിലേക്ക് മൂന്നാമതൊരാളെ വരുത്തി ആ കലഹം നിർത്താൻ നിങ്ങൾ കൊണ്ടുവന്നു വെച്ചാൽ അത് ഏറ്റവും ബുദ്ധിമുട്ടാവുക ചെയ്യുന്നത്. കാരണം കാട്ടു തീ പോലെ പടരും. നമ്മളെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയും. പിന്നെ നമുക്ക് അപമാനമാണ്. കാരണം ഒരു കോട്ട പോലെയാണ് കേട്ടോ നമ്മളെ കുടുംബം. ഒരു കോട്ടയാണ്, വലിയൊരു കോട്ടയാണ് നമ്മളെ കുടുംബം. അതിന്റെ ഏറ്റവും ദുർബലമായ ഭാഗം ഏതാന്ന് ആർക്കും കാട്ടിക്കൊടുക്കരുത്. കാരണം ആ ദുർബലമായ ഭാഗത്ത് കൂടെ തന്നെ കള്ളൻ നുഴഞ്ഞു കയറുക വലിയ കോട്ടയിലേക്ക്. അത് നമ്മളെ മനസ്സിലേക്കുള്ള വഴിയാണ് കേട്ടോ. ദുർബലമായ ഭാഗം, നമ്മളെ മനസ്സ് ഒരിക്കലും ദുർബലമാവരുത്. മൂന്നാമതൊരാളെ നുഴഞ്ഞു കയറാൻ നമ്മളെ കുടുംബത്തിലേക്ക് സമ്മതിക്കരുത് ആരും. സമ്മതിച്ചു കഴിഞ്ഞാൽ തോൽവിയാണ് മക്കളെ. അത് നമ്മളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ കാട്ടുതീ പോലെ പടരും. പിന്നെ എല്ലാവരും അറിയും, അവരുടെ സ്വഭാവം അത്ര നല്ലതൊന്നല്ല കേട്ടോ. നേരം വിളിച്ചായി അവര് ലഹളയാണ് അത്രയും. അവൻ ചെന്നിട്ടാണ് അപ്പുറത്തെ വീട്ടിലത്തെ അവൻ ചെന്നിട്ടാട്ടോ അവരോടത്തെ ലഹള നിർത്തിയത്രേ. പാത്രങ്ങൾ മുഴുവൻ പുറത്തേക്ക് എറിഞ്ഞിരുന്നു അത്ര ചെന്നപ്പോ. അങ്ങനെ എങ്ങനെയെന്ന് മുഴുവൻ പറയും. ഇള്ളേ കൂടെ കുറച്ചും കൂടി കാട്ടുതീ പറഞ്ഞാൽ അറിയാലോ, ചെറിയൊരു മൊഴി മതി പിന്നെ പടരും എന്ന പോലെ ചെറിയൊരു ഇതേ ഉണ്ടാവുള്ളൂ നമ്മളെ വീട്ടില്. പക്ഷെ പടരും അതൊന്നുമല്ല മക്കളെ, കേൾക്കുക, ഒരുപാട് കേൾക്കും. അപ്പൊ നമ്മളെ വീട്ടില് എന്തെങ്കിലും ഒരു കുടുംബകലഹോ എന്തെങ്കിലും ഒരു ധാരണകളോ ഉണ്ടെങ്കിൽ ഇത് മൂന്നാമതൊരാളെ നിങ്ങളെ അറിയിക്കരുത്. അത് അവിടെ വെച്ച് ഒതുക്കി തീർക്കണം. മനസ്സിലായില്ലോ? നമ്മളെ കോട്ടവാതില് എപ്പോഴും നല്ല ബലമുള്ളതായിരിക്കണം, സുരക്ഷിതമായിരിക്കണം. കാരണം നമ്മളെ മനസ്സിന്റെ വാതിൽ തന്നെയാണ് നമ്മളെ വീടിന്റെ ഉള്ളിലേക്കുള്ള വാതില്. മനസ്സിലായോ? എല്ലാവരോടും നമ്മൾ പറഞ്ഞു നടക്കരുത് കേട്ടോ. ഭർത്താവിനെ കുറിച്ച് നമ്മളെ പല്ലിന്റെ ഇട കുത്തി വേറൊരാൾക്ക് മണക്കാൻ കൊടുക്കരുത്. പണ്ട് കാരണവന്മാര് പറയുന്നത് ഒട്ടുമില്ലാത്തല്ല. നമ്മളെ വീട്ടിലത്തെ കുടുംബങ്ങളെ കുറിച്ച് ഒരു കുറ്റവും നമ്മൾ അപ്പുറത്തെ ഒരാളോട് പറയരുത്. ചിലപ്പോ ഫോൺ വരുന്ന സമയത്താവും നമ്മൾ ലഹള കൂടി ഇരിക്കാവും, ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ പാടെ. അപ്പോൾ നമ്മൾക്ക് മനസ്സിന്റെ വീക്ക്നെസ് ആണ്. അവളോടാണ് ഇത്തിരി പറയാമെന്ന് തോന്നുകയാണ്. കണ്ടതൊന്നും അല്ല കേട്ടോടി എന്റെ ഭർത്താവ് ഇപ്പോ അയാൾക്ക് ഇനിയിപ്പോ തീരെ വേണ്ട, അങ്ങനെയാണ് എങ്ങനെയാണെന്ന് ആ സമയത്ത് നമ്മൾ പറഞ്ഞു പോകും. അവളെല്ലാവരോടും പറഞ്ഞു പരത്തും. ഈ ലഹള നമ്മൾ ഭാര്യയും ഭർത്താവും കൂടി കുട്ടി പിറ്റേ ദിവസം തന്നെ മാറിയിട്ടുണ്ടാവും. ഇതൊന്നും നമുക്ക് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ മുഴുവൻ കാട്ടുതീ പോലെ ലോകം മുഴുവൻ ചുറ്റിയിട്ടുണ്ടാവും. മനസ്സിലായോ? അങ്ങനെ പല കുടുംബത്തിലും സംഭവിക്കുന്നുണ്ട്. മക്കളെ ഒരിക്കലും നിങ്ങളെ ഭർത്താവിനെ കുറിച്ചോ മക്കളെ കുറിച്ചോ വേറൊരാളോട് പറയരുത് കേട്ടോ. നിങ്ങൾ ഒതുക്കി തീർക്കണം. ലഹള കൂടും, മനുഷ്യനല്ലേ, ചട്ടിയും കലാകുമ്പോ തട്ടിയും മുട്ടിയിട്ടൊക്കെ ഇരിക്കില്ലേ. അത് നിങ്ങൾ തന്നെയായിട്ട് ഒതുക്കി തീർക്കണം. മനസ്സിലായല്ലോ? അല്ലാതെ വേറൊരാളെ കൊടുത്തിട്ട് നിങ്ങളെ കലഹം തീർക്കാൻ നിൽക്കരുത്. നമ്മളെ ഭർത്താവിനേക്കാളും നല്ലൊരാളൊന്നും ഭൂമിയിൽ നമുക്ക് ഇല്ല. വെറുതെ നമ്മളെ തെറ്റിദ്ധാരണയാണ് അത് കേട്ടോ. നമ്മളെ അച്ഛനും അമ്മയും കഴിഞ്ഞ ഭർത്താവും മക്കളും തന്നെയാണ് നമ്മളെ കുടുംബം. ആ കോട്ടമതിൽ പൊളിക്കാൻ വേറൊരാൾക്ക് അവസരം നിങ്ങൾ കൊടുക്കരുത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ചില രഹസ്യങ്ങൾ നമ്മള് മനസ്സിന്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കണം. നാവെന്ന വാളുകൊണ്ട് ഒരിക്കലും അപകടം വിളിച്ചു വരുത്തരുത് കേട്ടോ. നാവ് വലിയൊരു വാളാണ്. അത് ആ ഉറയുടെ ഉള്ളിൽ ഇടേണ്ട സമയത്ത് ഇട്ട് വെക്കണം കേട്ടോ. അത് പുറത്തേക്ക് എടുക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. ആ സമയത്ത് മാത്രമേ നിങ്ങൾ ആ വാള് പുറത്തെടുക്കാൻ പാടുള്ളൂ. ഇനി അഞ്ചാമതായിട്ട് പറയാൻ പോണത് എന്താണെന്നറിയോ? ആരോടും പറയാൻ പാടില്ലാത്ത രഹസ്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ ദൗർബല്യം, അതായത് ചാബല്യം. ചിലവർക്ക് ചിലതിനെ പേടിയായിരിക്കും, ചിലവർക്ക് ധൈര്യമില്ലായിരിക്കും, ചിലവർക്ക് എന്തെന്നെയാണെങ്കിലും 10 ആള് കൂടുന്നോർത്തേക്കാൻ ചെല്ലാൻ എന്തോ ഒരു നാണക്കേട്, അങ്ങനെ ചമ്മല്. അങ്ങനെ നമ്മൾക്ക് എന്താണോ ദൗർബല്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. പക്ഷെ അത് വേറൊരാൾ പാടി നടക്കാൻ പാടില്ല. നിങ്ങൾ അവിടുന്ന് നമ്മൾ പതുക്കെ ആ ദൗർബല്യത്തിൽ നിന്ന് കയറാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വിശ്വസ്തനായ കൂട്ടുകാരനാ തോന്നിയിട്ടോ ഇക്ക് ഇങ്ങനെയാണ് കേട്ടോ, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ പറയാ ഇവിടെ ഇനിക്ക് ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയോ, പാമ്പിന് പല്ലിലാണ് വിഷം, തേളിന് വാലിലാണ് വിഷം. മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ജീവിക്ക് സകലമാനം വിഷം മക്കളെ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. മർമ്മത്ത് കുത്തും. മർമ്മത്ത് കുത്തുകാരനെ ഒരു മുറിയിൽ കുത്തി വേദനിക്കുന്ന പോലെ നിങ്ങളുടെ ദൗർബല്യം പറഞ്ഞ ഇടയ്ക്ക് നിങ്ങളെ അവരത് കുത്തും, പിന്നിൽ നിന്ന് കുത്തും. പിന്നെ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കേണ്ട പണി ഉണ്ടാവില്ല. കാരണം 10 കൂട്ടുകാരുടെ ഇടയിൽ നിന്നാണ് ഇത് വിളംബരം ചെയ്യുക. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വിളംബരം ചെയ്യുക 10 ആളുടെ ഇടയിൽ നിന്നാണ്. അപ്പൊ നിങ്ങള് ഒരാമയുടെ പുറന്തോട് പോലെ വേണം മനുഷ്യ മനസ്സ്. ആമയുടെ പുറന്തോടിന് എന്തൊരു ബലാന്നറിയോ? ആമ നമ്മളെ ചെല്ലണ സമയത്ത് തലയുണ്ടാവും, കയ്യും കാലൊക്കെ അങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് പുറന്തോടുമായിട്ട് നിൽക്കും. നമ്മളൊരു കോലോ എന്തെങ്കിലും ആയിട്ട് അടുത്തേക്ക് ചെന്നു കണ്ടാൽ ആമ ഉൾവെരിഞ്ഞിട്ട് വെറും പുറന്തോടിന്റെ സംരക്ഷണയിൽ ഇരിക്കും ആമ. കണ്ടിട്ടില്ലേ എന്തൊരു ബലമുള്ള പുറന്തോട് എന്ന പോലെ വേണം മനുഷ്യ മനസ്സ്. മനസ്സിലായല്ലോ? ഒരു കാരണവശാലും നമ്മളെ ചാബല്യങ്ങളൊന്നും ഒരാളോടും
പറയേണ്ടത് മാത്രമേ പറയാവുള്ളൂ. അപ്പൊ നമ്മളെ ഈ രഹസ്യങ്ങളായിട്ടുള്ള ഈ 5 കാര്യങ്ങൾ ഒരു കാരണവശാലും ആരോടും പറയരുത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, മൗനം വിദ്വാനും ഭൂഷണം. എപ്പോഴും നാവ് കുറവാണ് മക്കളെ നല്ലത്. നാവ് കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്ക് വളരാൻ അവസരം കൂടുതലാണ് അത്രേ. പറ്റില്ലെങ്കിൽ നമ്മൾ നാവുകൊണ്ട് പറഞ്ഞു തീർക്കുള്ളൂ കേട്ടോ. അപ്പൊ ഒരു കാരണവശാലും നമ്മളെ നാവെന്ന വാള് ആവശ്യമില്ലാത്ത സമയത്ത് പുറത്തെടുക്കാതെ എല്ലാരും ശ്രദ്ധിക്കണം. ഈ രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഈ നാവ് കാരണമാണ് പരസ്യമാവുന്നത്. അപ്പൊ നമ്മുടെ നാവ് വേണ്ടടുത്ത് മാത്രമേ വളയ്ക്കാവുള്ളൂ. അപ്പൊ ഇതെല്ലാവരും ഒരു പാഠമാക്കണം കേട്ടോ. ജീവിതത്തിൽ നിങ്ങൾക്ക് ശാന്തവും സമാധാനവുമായിട്ടുള്ള ഒരു ജീവിതം കിട്ടണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ പരമരഹസ്യമായി തന്നെ വെക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ ഇത്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അമ്മ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.